സ്നേഹപൂർവ്വം ഷമ സീരിയലിൻ്റെ കമ്മിങ് സൂൺ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വരുണിൻ്റെ വിഷമം കണ്ട് മുത്തശ്ശിക്ക് സഹിക്കാനാവുന്നില്ല. വരുൺ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ രാധികയെ തിരികെ കണിമംഗലത്ത് വരുണിൻ്റെ അരികിലെത്തിക്കാനായിട്ട് മുത്തശ്ശി ഒരു പ്ലാൻ തയ്യാറാക്കുവാണ്. അതിന് പ്രകാരം മുത്തശ്ശി അവിടെ കണിമംഗലത്ത് മുത്തശ്ശിയുടെ കയ്യിൽ സൂക്ഷിച്ചിരുന്ന ഒരു ആഭരണപ്പെട്ടി എടുത്ത് എല്ലാവർക്കും മുമ്പിലേക്ക് വരുവാണ്. അതിൽ പണ്ടുകാലത്ത് ഒരു തമ്പുരാട്ടി അണിഞ്ഞിരുന്ന വളരെ വിലമതിക്കാനാവാത്ത ഒരു നെക്ലസ് പോലത്തെ ഒരു മാല ഉണ്ട് കേട്ടോ. ഈ മാല ഇവിടുത്തെ 2 മരുമക്കളിൽ ഒരാൾക്ക് സമ്മാനമായിട്ട് ഞാൻ നൽകും. അത് വെറുതെ ഒന്നുമല്ല, 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു മത്സരം നടത്തിയിട്ടാണ്. പാചകത്തിലും വീട് വൃത്തിയെ സൂക്ഷിക്കുന്നതിലും നിങ്ങളെ ആരും ഇടുക്കിയെന്ന് നോക്കട്ടെ. ആദ്യത്തെ ദിവസം പ്രിയങ്ക പാചകം ചെയ്യും, കൽപ്പന വീടെല്ലാം വൃത്തിയാക്കണം. അടുത്ത ദിവസം നേരെ തിരിച്ച്. ഓരോ ദിവസവും നിങ്ങളുടെ ജോലിയും അതൊക്കെ കഴിയുമ്പോൾ ഞങ്ങളെല്ലാവരും കൂടി മാർക്കിടും. ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിക്കുന്ന ആൾക്കായിരിക്കും ഈ മാല സമ്മാനമായിട്ട് കിട്ടാൻ പോകുന്നത്. അങ്ങനെ പ്രിയങ്കയും കൽപ്പനയും 2 പേരും മത്സരത്തിൽ ജയിച്ച് ആ മാല എങ്ങനെയെങ്കിലും സ്വന്തമാക്കണമെന്ന് തീരുമാനിക്കുവാണ്. ഈ സമയം മുത്തശ്ശിയാണെങ്കിൽ വരുണിനോട് പറയുന്നുണ്ട്, എടാ ഇത് വെറും ഒരു മത്സരമല്ല, നിൻ്റെ ആഗ്രഹം നടത്തി തരാനുള്ള മത്സരമാണ്. രാധികയെ പ്രിയങ്കയായിട്ട് തന്നെ ഇവിടെ എത്തിക്കും. അവൾക്ക് എന്താണെങ്കിലും പാചകമൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. ഈ മത്സരത്തിൽ ജയിക്കണമെന്നും ഈ മാല സ്വന്തമാക്കണമെന്നും അവളും ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് അവൾ തന്നെ രാധിക ഇവിടെ വിളിച്ചു വരുത്തും. അത് കേൾക്കുമ്പോൾ വരുണിന് ഒത്തിരി സന്തോഷമാകുവാണ്. പിന്നീട് കാണിക്കുന്നത് വീടെല്ലാം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന കൽപ്പനേനെയാണ് കേട്ടോ. ഈ സമയം ചെറിയമ്മയാണെങ്കിൽ കൽപ്പനയ്ക്ക് ഇതിൻ്റെ ഇടയിൽ കൂടി പണിയും കൊടുക്കുന്നുണ്ട്. പ്രിയങ്കയാണെങ്കിൽ അടുക്കളയിൽ കയറി എങ്ങനെ ഭക്ഷണം പാകം ചെയ്യുമെന്ന് ടെൻഷനോട് കൂടി ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഈ സമയം മുത്തശ്ശിയും വരണം കൂടി പമ്മി അടുക്കളേൻ്റെ അവിടെ വന്ന് നിന്ന് ഇവരുടെ പ്രിയങ്കയുടെ പാചകമൊക്കെ ഒളിഞ്ഞു നോക്കുന്നുണ്ട്. അങ്ങനെ അവർക്ക് രണ്ടാൾക്കും പ്രിയങ്ക കാണിക്കുന്നതൊക്കെ കണ്ടിട്ട് ചിരിയാണ് വരുന്നത്. ഈ സമയം പ്രിയങ്കയാണെങ്കിൽ യൂട്യൂബിലൊക്കെ നോക്കി എന്തൊക്കെ കുറച്ച് ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുന്നതാണ്. ആ സമയം പ്രിയങ്ക ഉണ്ടാക്കിയ ഭക്ഷണം എല്ലായിടത്തും ഡൈനിങ് ടേബിളിൽ കൊണ്ടുവന്ന് വെച്ച് എല്ലാവർക്കും വിളമ്പി കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ പ്രിയങ്ക ഉണ്ടാക്കിയ ഭക്ഷണമൊക്കെ എല്ലാവരും കഴിക്കാൻ തുടങ്ങുവാണ്. ഈ സമയം പരമേശ്വരനൊക്കെ ആണെങ്കിൽ അത് വായി വെക്കാൻ പോലും പറ്റുന്നില്ല കേട്ടോ. എല്ലാവരുടെയും മുഖമൊക്കെ മാറുവാണ്. അന്നത്തെ ദിവസത്തെ ആ പാചകത്തിൽ പ്രിയങ്ക തോറ്റുപോകുവാണ് കേട്ടോ. ഈ സമയം കൽപ്പനയും ചെറിയമ്മയൊക്കെ ചേർന്ന് പ്രിയങ്കയെ കളിയാക്കുന്നുണ്ട്. അങ്ങനെ പ്രിയങ്കയാണെങ്കിൽ ആകെ നാണം കെട്ടി ടെൻഷനോട് കൂടി റൂമിൽ നിൽക്കുക. എങ്ങനെയെങ്കിലും എനിക്ക് ഈ മത്സരത്തിൽ ജയിച്ചേ പറ്റൂ. ആ മാല എനിക്ക് തന്നെ കിട്ടണം. അതിനിപ്പോൾ എന്തോ ഒരു വഴി, വേറെ വഴിയൊന്നുമില്ല, ചേച്ചീനെ തന്നെ വിളിക്കാം എന്നും പറഞ്ഞ് രാധികയെ ഫോണിൽ വിളിക്കുവാണ് പ്രിയങ്ക. അവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എത്രയും പെട്ടെന്ന് തന്നെ രാധികയോട് അവിടെ എത്തണമെന്ന് പറയുവാണ് കേട്ടോ. എന്നാൽ രാധിക ആദ്യം ഒന്ന് മടിച്ചു നിൽക്കുവാണ്. ഈ സമയം പ്രിയങ്ക രാധികനെ ഭീഷണിപ്പെടുത്തണേ, മര്യാദക്ക് എത്രയും പെട്ടെന്ന് വന്നിരിക്കണം. സിനിമയിൽ അഭിനയിക്കാനുള്ള എൻ്റെ ആഗ്രഹം തട്ടിയെടുത്ത് ഇപ്പം ഞാൻ ഇവിടെ ഒരു കാര്യവും കൂടി ആഗ്രഹിക്കുക, അതും കൂടി നിങ്ങളായിട്ട് നശിപ്പിച്ചോണ്ടല്ലോ, പിന്നെ ഞാൻ നിങ്ങളെ വെറുതെ വെച്ചേക്കില്ല എന്നും പറഞ്ഞ് പ്രിയങ്ക ദേഷ്യപ്പെടുവാണ്. അങ്ങനെ വേറെ വഴിയില്ലാതെ രാധികയ്ക്ക് കണിമംഗലത്തേക്ക് എത്തേണ്ടി വരുവാണ് കേട്ടോ. ഈ സമയം പ്രിയങ്കയാണെങ്കിൽ രാധിക വരുന്നതും കാത്തിരിക്കുവാണ്. അങ്ങനെ രാധിക വരുന്നതും പിന്നെ അമ്പലത്തുകൂടെ ആരെയും കാണിക്കാതെ രാധികയെ അടുക്കളയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാണ് പ്രിയങ്ക. എന്നാൽ ഈ കാഴ്ചയെല്ലാം മുത്തശ്ശിയും വരുണും കാണുന്നുണ്ടാവും. അങ്ങനെ രാധിക തിരിച്ചെത്തിയതിൻ്റെ സന്തോഷത്തിലായിരിക്കട്ടോ വരുൺ എങ്ങനെ മുത്തശ്ശിയുടെ ബുദ്ധിനെ അഭിനന്ദിച്ചുകൊണ്ട് മുത്തശ്ശിയെ കെട്ടിപ്പിടിക്കുകയും സന്തോഷം പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്യുവാണ്. അത് കാണുമ്പോൾ മുത്തശ്ശിക്ക് ഒത്തിരി സന്തോഷമാകുവാണ്. പിന്നീട് കാണിക്കുന്നത് പ്രിയങ്കയ്ക്ക് വേണ്ടി രാധിക അവിടുത്തെ എല്ലാ ജോലികളും ചെയ്യുകയും ഭക്ഷണമൊക്കെ പാകം ചെയ്യുകയും അവിടെയെല്ലാം വൃത്തിയാക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ രാധിക ഒരടിമയെ പോലെ പ്രിയങ്കയ്ക്ക് വേണ്ടി പണിയെടുക്കുന്നത് കാണുമ്പോൾ മുത്തശ്ശിക്ക് വല്ലാത്തൊരു സങ്കടം തോന്നുവാണ്. അപ്പോൾ ഇതൊക്കെയാണ് ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ കാണിക്കുന്നത്. ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്